അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ 26ാമത്തെ ക്ലാസ്സാണിത്. മിതത്വത്തിൽ മഹത്വമുണ്ട് എന്ന വിഷയം. ഖുർആനിൽ അല്ലാഹു തആല പറയാൻ, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ദുർവ്യയം ചെയ്യരുതെന്ന് മാത്രമല്ല പറഞ്ഞത്, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഇവിടെ ചേർത്തു പറഞ്ഞിരിക്കുകയാണ്. മിതത്വം പാലിക്കാൻ വിശ്വാസിക്ക് കഴിയണം. ധൂർത്തും ദുർവ്യയവും അത് പൈശാചികമായ സ്വഭാവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, അല്ലാഹു സുബ്ഹാനഹു തആല മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളെ വെറുക്കുന്നു എന്ന്. ഒന്ന് ഖീല വഖാല, കീലിയും കാലയും, അതായത് അടിസ്ഥാനരഹിതമായ വർത്തമാനങ്ങളുണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെ പറയല്, അത്. രണ്ടാമത്തേത് ഇളാഅത്തൽ മാൽ, ധനം വെറുതെ ചെലവഴിക്കുക, പൈസ അനാവശ്യമായിട്ട് ചെലവഴിക്കുക. മൂന്നാമത്തേത് കസറത്തസ് സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങളിൽ അള്ളാഹു വെറുക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു രൂപയാണ് ചെലവഴിക്കുന്നതെങ്കിൽ പോലും അത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കുന്നതിനെ, അല്ലെങ്കിൽ ദുർവ്യയത്തിലൂടെ അമിതത്വത്തിലൂടെ ഒരു രൂപ പോലും ചെലവഴിക്കപ്പെടുന്നതിനെ അള്ളാഹു വെറുക്കുന്നുണ്ട്. എന്ന് കരുതി നന്മയുടെ കാര്യത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കണമെന്നല്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാതെ അതിനിടക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അഥവാ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അവരുടെ സ്വഭാവമാണത്. ഈ ധൂർത്ത്, അമിതവ്യയം, ദുർവ്യയം എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട പദമാണ് ഇസ്റാഫ്, അതുപോലെ തബ്ദീർ. തബ്ദീർ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, തബ്ദീർ എന്ന് പറഞ്ഞാൽ, അഥവാ ധൂർത്ത് എന്ന് പറഞ്ഞാൽ ന്യായമല്ലാത്ത തരത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് മുഴുവനും ന്യായമായതിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് തബ്ദീർ അല്ല. ഇനി അവൻ ന്യായമല്ലാത്ത തരത്തിൽ ഒരു രൂപ ചെലവഴിച്ചാൽ അത് തബ്ദീറാണ്. ആവശ്യത്തിലധികം ഉപയോഗിക്കുക, പെരുമ നടിക്കാനും അന്തസ് കാണിക്കാനും ഒക്കെ ഇങ്ങനെ അമിതമായി ചെലവഴിക്കുക, നിഷിദ്ധ കാര്യങ്ങളിൽ ചെലവഴിക്കുക, അനാവശ്യമായ വിഷയങ്ങളിൽ ചെലവഴിക്കുക, അനുവദനീയമല്ലാത്ത കാര്യത്തിൽ വിനിയോഗിക്കുക, ഇവകളൊക്കെ ധൂർത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ധനം ചെലവഴിക്കുന്ന വിഷയത്തിലും, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും, വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലും, വീടുണ്ടാക്കുന്ന വിഷയത്തിലും, അങ്ങനെ നിഖില മേഖലകളിൽ മിതമായ ഒരു അവസ്ഥ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടാവും. എത്രയെത്ര ആളുകളാണ് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ലക്ഷങ്ങളുടെ ചെലവഴിച്ചുകൊണ്ട് പലതും അവർ നിർമ്മിച്ചു. പിന്നീട് അതിൻ്റെ കടം വീട്ടാൻ കഴിയാതെ ജീവിതമാകെ തകർന്ന് തരിപ്പണമായ എത്രയോ മനുഷ്യന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുക എന്നതാണ്. ആ മിതത്വം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ മഹത്വസമ്പൂർണമായ ഒരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടും. മിതത്വം പാലിക്കണമെന്ന് കരുതി വളരെ ഒരു ഫക്കീറിനെ പോലെ ജീവിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു ഒരാൾക്ക് വല്ല അനുഗ്രഹവും ചെയ്താൽ ആ അനുഗ്രഹത്തിന്റെ അടയാളം അവനിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്, അല്ലെങ്കിൽ കാണപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന ആ ഒരു തന്നിൽ അത് കാണുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു സാമ്പത്തികമായ നല്ലൊരു ചുറ്റുപാടൊക്കെ ഉള്ള ഒരാൾ നല്ല വസ്ത്രം ധരിക്കാതെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം അയാൾക്ക് സാമ്പത്തികമായിട്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല ഭംഗിയിൽ നടക്കുക, ദൂർത്തില്ലാത്ത, ദുർവ്യയമില്ലാത്ത വിധം, അമിതമില്ലാത്ത വിധം ഭംഗിയിൽ അയാൾ
ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹം അയാളിൽ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ മിതത്വം പാലിക്കുക എന്നുള്ളത് സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അവിടെയും മിതത്വം വേണം. ഇന്ന് രോഗം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ കാലത്ത്. എന്നാൽ ഈ രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള തകരാറാണ്. ആ ഭക്ഷണത്തിൻ്റെ തകരാറിൽപ്പെട്ടതാണ് അമിതമായി തിന്നുക. തിന്നതിൻ്റെ മേലെ വീണ്ടും തിന്നുകൊണ്ടേയിരിക്കുക. തിന്നതിനെ ദഹിക്കാൻ പോലും സമയം കൊടുക്കാത്ത വിധം അടുത്ത ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അത് മറ്റൊരു രോഗം വരാനുള്ള കാരണമാണ്. എന്നാൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ മിതത്വം പാലിച്ചാലോ നല്ല ആരോഗ്യം നമുക്കുണ്ടാവും. ഇനി നമ്മുടെ സംസാരം, ആ സംസാരത്തിൽ മിതത്വം പാലിക്കുക. ഇന്ന് പല ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്നത് സംസാരത്തിൽ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും അങ്ങനെ ഏത് മേഖലകളിലുള്ളവരാണെങ്കിലും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അനാവശ്യമായ വർത്തമാനങ്ങൾ അവിടെ ഇവിടെയും കേട്ടത് ഇങ്ങനെ പറയാം, തെറ്റിദ്ധാരണയുടെ പുറത്ത് സംസാരിക്കുക. ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടിയായിട്ട് രണ്ടും മൂന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുറ്റപ്പെടുത്തലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ട്, സംസാരത്തിൽ മിതത്വം പാലിക്കാത്തത് കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിച്ചാൽ അയാൾക്കത് മാനസികമായിട്ടും മറ്റും ഗുണപ്രദമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മിതത്വം പാലിച്ചാൽ മഹത്വം നമുക്ക് ലഭ്യമാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.